നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയാൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയുണ്ടോ എന്ന ചോദ്യമാണ് BDJS-ഉമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ BJPക്ക് ഉന്നയിക്കാൻ പോകുന്ന പ്രധാന ചോദ്യം. 8 മണ്ഡലങ്ങൾ ചോദിക്കുന്ന BDJS 6-ൽ പിടിമുറുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ BJPയുടെ സുപ്രധാന മണ്ഡലങ്ങളിൽ 2 എണ്ണമെങ്കിലും വേണം എന്നാണ് അവരുടെ ആവശ്യം. ഔപചാരിക ചർച്ച 28-നാണെങ്കിലും BDJS നേതാക്കളുടെ മനസ്സിലിരിപ്പ് BJP നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. വയനാട്, ആലത്തൂർ, തൃശൂർ, ചാലക്കുടി, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, ആറ്റിങ്ങൽ മണ്ഡലങ്ങളാണ് BDJS ലക്ഷ്യമിടുന്നത്. വയനാട്, ആലത്തൂർ, ഇടുക്കി, ആലപ്പുഴ സീറ്റുകൾ നൽകാനാണ് BJPക്കു താൽപര്യം. ഇതിനൊപ്പം BJP A ക്ലാസ് പരിഗണന നൽകിയിട്ടുള്ള പത്തനംതിട്ടയ്ക്കും തൃശൂരിനും വേണ്ടി സമ്മർദ്ദം ചെലുത്താനാണ് BDJSന്റെ നീക്കം. ഒരു കാരണവശാലും ഈ സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്നാണ് BJP നൽകുന്ന സൂചന. ഈ 2 സീറ്റും പാർട്ടി വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പത്തനംതിട്ടയ്ക്ക് പകരം പാർട്ടി A ക്ലാസ് പരിഗണന നൽകിയിട്ടുള്ള കോഴിക്കോട് വിട്ടു നൽകാൻ വരെ തയ്യാറായിക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. സീറ്റുകൾ ചോദിച്ചു വാങ്ങുമ്പോൾ അവിടെയെല്ലാം BDJS ആരെ മത്സരിപ്പിക്കും എന്നതാണ് BJP ഉറ്റുനോക്കുന്നത്. ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ പോലും ജനസമ്മതരായ പൊതു സ്ഥാനാർത്ഥികളെയാണ് BJP ആലോചിക്കുന്നത്. പതിവ് രീതിയിൽ സീറ്റ് പാർട്ടിക്കുള്ളിൽ മാത്രം വീതിച്ചു നൽകാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ RSS പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. പൊതുസമ്മതരുടെ പട്ടിക BJP തയ്യാറാക്കുന്നുണ്ട്. അവർക്ക് ഇടം നൽകുന്ന വിധത്തിലാവും സ്ഥാനാർത്ഥി പട്ടിക. BDJS-ന് സീറ്റ് നൽകുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJPയുടെ ഇടപെടലുകളും ഉണ്ടാവും. ജനസമ്മതരായ പൊതു സ്ഥാനാർത്ഥികൾ വേണമെന്ന് അവർ ആവശ്യപ്പെടും എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ചർച്ചകളുടെ ചുമതല പ്രഭാരി മുരളീധര റാവുവിനാണ് ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെയും BJP കോർ കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ 28-ന് BDJS-ഉമായി ആദ്യവട്ട ചർച്ച നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ SNDP യോഗം ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ല എന്നാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോടായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നും ഇനി മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധപ്പെട്ട് പോകേണ്ട എന്നാണ് ധാരണ എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അംഗങ്ങൾക്ക് തീരുമാനിക്കാം. യോഗം സമുദായ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് മുന്നോട്ടു പോകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും NDA അധികാരത്തിൽ വരുമെന്നും ശബരിമല വിവാദം UDF-ന് സർവനാശമുണ്ടാക്കുമെന്നും അതിന്റെ നേട്ടം BJPക്ക് ലഭിക്കുമെന്നും ശബരിമല വിവാദങ്ങൾ LDF-നെ ബാധിക്കില്ല എന്നുമാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചിരിക്കുന്നത്. ശബരിമല വിഷയത്തിലെ സമരങ്ങൾ ആസൂത്രണം ചെയ്തത് സവർണ ലോബിയാണ്. പ്രശ്നങ്ങൾക്കു പിന്നിൽ രാജാവും തന്ത്രിയും ഒരു ചങ്ങനാശ്ശേരിക്കാരനുമാണെന്നും യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്തതാണെന്നും പിന്നീട് ഇതിനു പിന്നിലെ ആത്മീയ BJPയും കോൺഗ്രസും വിൽപ്പന നടത്തിയെന്നും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ബുദ്ധിയാണെന്ന് കരുതുന്നില്ല, ഇക്കാര്യത്തിന് സർക്കാരിന് വീഴ്ച പറ്റിയതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരുന്നു. ശബരിമലയിലെ യുവതി പ്രവേശത്തേക്കാൾ മുൻപേ ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടെന്നും ചാതുർവർണ്ണ്യം ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും ശബരിമലയിൽ ശാന്തിയാകണമെങ്കിൽ മലയാള ബ്രാഹ്മണനായിരിക്കണമെന്നതാണ് മാനദണ്ഡമെന്നും ഇത് അംഗീകരിച്ചാൽ സവർണാധിപത്യത്തിന് കുടപിടിക്കലാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഈഴവരെയും പിന്നോക്കക്കാരെയും വിളക്കെടുക്കാൻ അനുവദിക്കാത്ത ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഇപ്പോഴുമുണ്ടെന്നും താക്കോലും അധികാരവും എല്ലാം ഒരു കൂട്ടർക്ക് വേണമെന്ന് പറയുന്നത് ശരിയല്ല എന്നും NSS സമദൂരം പറയുമ്പോഴും അതിനുള്ളിൽ അവർക്കൊരു ദൂരമുണ്ട്, ശരിയായ ദൂരം ഇപ്പോൾ അവർ കാണിച്ചു തന്നെന്നും വെള്ളാപ്പള്ളി കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു.